പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായപ്പോൾ കുറച്ച് കടുകും കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ കുറച്ച് പൊട്ടറ്റോ ഞെരുക്കിയതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പൊട്ടറ്റോ ഒരു ഹാഫിന് മേളിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഇറച്ചി മസാല. അതൊരു ബീഫിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഒരു ഇറച്ചി മസാല ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല പൊടി. ഇത്രയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ആ പൊടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പൊടി വെച്ചിരുന്ന ബൗളിൽ തന്നെയാണ് വെള്ളം എടുത്തത് കേട്ടോ. അതാണ് ഈ കളറ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്. ജസ്റ്റ് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന സോയാബീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിത് വേവിച്ചിട്ട് വലിയ സോയാബീൻ ആയതുകൊണ്ട് 2ആയിട്ട് മുറിച്ചതാണ്. അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ഈ സമയത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ആ മസാലയെല്ലാം സോയാബീനിലൊന്ന് പിടിച്ച് വരുന്നവരെ, നല്ല കറി കുറുകി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാബീൻ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റും.